രാജ്യം നടുങ്ങുന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് ആദ്യം. മഹാരാഷ്ട്രയിൽ സ്യൂട്ട് കേസിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. 25-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്യൂട്ട് കേസ് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഏതാണ്ട് 4 ദിവസത്തിലേറെ പഴക്കമുള്ള മൃതദേഹം. അർജുൻ, സ്യൂട്ട് കേസിൽ ഒരു യുവതിയുടെ മൃതദേഹം എന്നത് നമ്മൾ പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിൽ നിന്നായി സമാന വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. ഈ യുവതി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടോ? അനശ്വര, ഈ മൃതദേഹം ആരുടേതാണ് എന്നുള്ള കാര്യം ഇതുവരെയും തിരിച്ചറിയത്തില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഷെൽഗാവ് എന്ന് പറയുന്ന ഗ്രാമത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മൃതദേഹത്തിന് ഏകദേശം 5-6 ദിവസത്തെ പഴക്കവുമുണ്ട്. ഏകദേശം 1 മാസക്കാലത്തെ തിരോധാന കേസുകൾ, മാൻ മിസ്സിംഗ് കേസുകളെല്ലാം എടുത്ത് പരിശോധിച്ച് അതിലൂടെ ഇയാളെ, ഈ കൊല്ലപ്പെട്ട സ്ത്രീ ഏതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 25-നും 30-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണ്. മൃതശരീരത്തിന്റെ മുഖത്തും ശരീരത്തിലും മുറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബലാത്സംഗ കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെ ഇതിനോടകം പോലീസ് എത്തിയിട്ടുമുണ്ട്. ഈ ഒരു കനാലിന് സമീപത്തായിട്ടാണ്, ഷെൽഗാവിലെ തന്നെ ഒരു കനാൽ റോഡിൽ കനാലിന് സമീപത്തായിട്ടാണ് മൃതദേഹം ഇന്നലെ വൈകിട്ട് ലഭിക്കുന്നത്. അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇത് ആദ്യം കണ്ട, ഈ സൂട്ട് കേസ് ആദ്യം കണ്ട ആളുകൾ, അവരെല്ലാം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്, മൊഴി എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ പരിസരത്ത് ഏതെങ്കിലും തരത്തിൽ ക്യാമറകൾ, CCTV ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ മൃതദേഹം ഈ പറയുന്ന സ്ഥലത്തെത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പോലീസിന് ലഭിച്ചിട്ടില്ല, ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ആദ്യം ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിഗണന നൽകുന്നത്. എന്നാലേ കൊലപാതകയാണെന്നുള്ള കാര്യത്തിലേക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും 4 സംഘങ്ങളായി പോലീസ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഴുവനായിട്ടും തിരോധാന കേസുകൾ എടുത്ത് പരിശോധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലപ്പെട്ടതാരെന്നോ കൊന്നതാരെന്നോ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.